ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഓൾ ഇൻ വൺ സൊല്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വാഹനങ്ങളുടെ വാട്ടർ സർവീസ്, അതുപോലെ തന്നെ ആക്സസറീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അഞ്ചരക്കണ്ടി കൂത്തുപറമ്പ് റോഡിൽ പുതുതായി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം ക്യാച്ചർ DC മീഡിയ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇതാ ക്യുക്ക് ആൻഡ് ക്ലീൻ്റെ ഓട്ടോസ്പോന്റെ മുന്നിലാണുള്ളത്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് വാളാഴ്ചാൽ എന്നുള്ള സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ അഞ്ചരക്കണ്ടി കപ്പാറ റോഡ് കൂത്തുപറമ്പിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു സ്ഥാപനം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ ആകെയുള്ള ഒരു വാട്ടർ സർവീസ് ആണിത്. ഇതിനും നല്ല അടിപൊളിയായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് കയറാം. വലിയ രീതിയിൽ കവാടത്തിന് ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന വലിയൊരു പാർക്കിംഗ് യാർഡാണ് കാണുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും പാർക്കിങ്ങിന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. വാഹനം കയറ്റിയിടാം, അല്ലെങ്കിൽ കഴുകിയിട്ട വാഹനങ്ങൾ ചെളിയാകുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അതൊന്നും ഇവിടെ പ്രോബ്ലം ആയിട്ട് വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തമായിട്ട് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫ് ഇട്ടിട്ടുണ്ട്. മഴയത്ത് പോലും ഒരു സീനില്ലാത്ത രീതിയിൽ നമുക്ക് ഇവിടെ വണ്ടി കഴുകാനും തുടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ കാണുന്നത് വലിയ വാഹനങ്ങൾ വാഷ് ചെയ്യുന്ന ഏരിയ ആണ്. നേരെ കാണുന്നത് ആ ഒരു വാഹനം വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ വാഹനങ്ങൾ നേരെ സ്ട്രെയിറ്റ് കൊണ്ട് കയറ്റാനോ അതുപോലെ തന്നെ ഇറക്കാനുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂഫ് ചെയ്തുകൊണ്ട് ചെളിയും കാര്യങ്ങളാവുന്ന പേടി വേണ്ട, വെയിൽ കൊള്ളുന്ന പേടിയും വേണ്ട. പിന്നെ നേരെ തൊട്ട് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ അടുത്ത വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ചെറിയ വാഹനങ്ങളൊക്കെ വാഷ് ചെയ്യാൻ അതിന് ആധുനികമായ രീതിയിലുള്ള നോസിലും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മുടെ വണ്ടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോം വാഷ്, വാട്ടർ സർവീസ്, ഇന്റീരിയർ വാഷ്, അതുപോലെ തന്നെ അണ്ടർ ബോഡി കോട്ടിങ്, പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പോളിഷിങ്ങിന്റെ എല്ലാ പരിപാടിയും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഗ്രാഫൈന്, സെറാമിക്, വാക്സ്, എല്ലാ ടൈപ്പിലുള്ള പോളിഷിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാനും പോവാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് പുറമെ ഒരു ആക്സസറീസിന്റെ പുതിയൊരു കടയും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും വണ്ടി കഴുകാനൊക്കെ പോയി കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. ഇവിടെ അടിപൊളിയായിട്ട് ഒരു കസ്റ്റമർ ലോഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. AC ആണ്, അതുപോലെ തന്നെ TV കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കസ്റ്റമർ ലോഞ്ച്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വെയിറ്റിംഗ് യാർഡിൽ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി വാഷ് ചെയ്യുന്നത് കറക്റ്റ് കാണാൻ പറ്റും. പിന്നെ ഫുൾ സേഫ് ആണ്. കാരണം വെച്ചാൽ അത്രയധികം ഇത് CCTV ഏകദേശം ഒരു 16ഓളം CCTV മൊത്തം കവർ ചെയ്ത് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തത്. CCTV വിഷ്വൽ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഈ ഒരു ടിവിയിലല്ല, മെയിൻ ടിവിയിലല്ല, തൊട്ടടുത്തുള്ള ഒരു ടിവിയിൽ, ഓഫീസിനുള്ളിൽ ഒരു ടിവിയിൽ CCTV വിഷ്വൽസും നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഏരിയയിൽ അപ്പാർട്ട്മെന്റ്സ് നോക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫെസിലിറ്റി ഇതിന്റെ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഇതുവരെ സെയിൽ ആയിട്ടില്ല. അതിന്റെ കാര്യങ്ങളും ഇതിന്റെ മുകളിലുണ്ട്. ഏകദേശം കുറച്ച് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ അതിന്റെ ഇതിന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കാം. അതിൽ കോൺടാക്ട് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഈ വണ്ടിയുടെ വാഷിങ്ങിന്റെയും പോളിസിന്റെയും കാര്യങ്ങളുടെ ഡീറ്റെയിൽസും എല്ലാം അതിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആക്സസറീസിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാവൽസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള ജോലിക്കാരെ ഇവർ ഇതുവരെ സെലക്ട് ചെയ്യില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വണ്ടിയുടെ ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഇലക്ട്രിക്കൽസ് അല്ലെങ്കിൽ ആക്സസറീസിന്റെ വർക്കിനെ പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാവുന്ന ആളാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ജോലി ക്കുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ട്രാവൽസിലേക്ക് വേണ്ടി ഒരു ലേഡി സ്റ്റാഫിനെ നോക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിനെ പറ്റി അറിയാവുന്ന ഒരു ലേഡി സ്റ്റാഫിനെ നോക്കുന്നുണ്ട്. ഈ ചുറ്റുപാടത്തുള്ളവർക്ക് പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ജോലിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ അപ്പാർട്ട്മെന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാലോ. എന്തായാലും ഇതിന്റെ മുകളിലാണ് അപ്പാർട്ട്മെന്റ്സ് വരുന്നത്. സ്റ്റെപ്പ് കയറാം നമുക്ക്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ഇവിടെ അപ്പാർട്ട്മെന്റ്സ് കൊടുത്തിരിക്കുന്നത് 2 അപ്പാർട്ട്മെന്റ്സ് ആണുള്ളത്. പിന്നെ ഇവിടെ ഓപ്പൺ സ്പേസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇതിന്റെ ഉള്ളൊന്ന് കണ്ടുനോക്കാം. ഈ രീതിയിലാണ് അപ്പാർട്ട്മെന്റ്സ് വരുന്നത്. വലിയൊരു സെന്റർ ഹോൾ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു അടുത്ത ബെഡ്റൂമും പിന്നെ കിച്ചന്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളിൽ തന്നെയാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിലാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഫാമിലിക്ക് അടിപൊളിയായിട്ട് ഇതാക്കാൻ പറ്റും. പിന്നെ ഇവിടുന്ന് 5.5 കണ്ടിയേക്കും 5 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. അതുപോലെ തന്നെ കൂത്തുപറമ്പിലേക്ക് 5 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. അതുപോലെ തന്നെ മമ്പറം അടുത്താണ്. അതുപോലെ തന്നെ അത്യാവശ്യം എയർപോർട്ടും കാര്യങ്ങളൊക്കെ അടുത്ത് വരുന്ന ഒരു ഏരിയ ആണ്. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്ത് കിട്ടുന്ന ഒരു ഏരിയ ആണ്. പിന്നെ സമാധാനമുള്ള ഒരു ഏരിയ ആണ്. വലിയൊരു പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. അപ്പൊ ഇത് അടുത്ത അപ്പാർട്ട്മെന്റ് നമുക്ക് തുറന്നു നോക്കാം. അപ്പാർട്ട്മെന്റ് ഈ രീതിയിലാണ് അടുത്ത് വരുന്നത്. നേരത്തെ കണ്ട രീതിയിൽ ഒരു സെൻട്രൽ ഹോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ബെഡ്റൂംസ് വരുന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ കിച്ചണും വാഷ് ബേസും അതായത് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റെന്റോ അല്ലെങ്കിൽ ഇതിന്റെ റേറ്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്യുക്ക് ആൻഡ് ക്ലീനിന്റെ ഓട്ടോസ്പായുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ജോലി ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താവശ്യത്തിന് വേണമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ വിളിച്ചാൽ മതി. അതായത് ജോബ് ഓപ്പർച്യൂണിറ്റി അറിയാൻ, അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു അപ്പാർട്ട്മെന്റ്സിന്റെ റെന്റും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയെങ്കിലും, പിന്നെ വണ്ടി വാട്ടർ സർവീസും കാര്യങ്ങളും എല്ലാത്തിനും വേണ്ടിയിട്ട് ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.